ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിന് എതിരെ കേസെടുക്കാമെന്ന് പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. സൈബർ ഓപ്പറേഷൻസ് വിഭാഗമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കുറ്റം നിലനിൽക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. MG പ്രതീഷ് അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത. പ്രതീഷ്, സൈബർ SP DGPക്ക് റിപ്പോർട്ട് കൊടുത്തു. മാത്രമല്ല പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതൽ കടുക്കുമോ? SKN തീർച്ചയായും പത്തനംതിട്ട തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് ആദ്യമായി പാരഡി ഗാനത്തിനെതിരെ നിയമപരമായി മുന്നോട്ട് വന്നത്. DGPക്ക് പരാതി നൽകുകയായിരുന്നു. ആ പരാതി DGPക്ക് ഈ തുടർ പരിശോധനയ്ക്കായി ഈ സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന് കൈമാറി. ഇപ്പോൾ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ആണ് കേസെടുക്കാമെന്ന ഒരു റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാരഡി ഗാനം എഴുതിയ ഗാനരചയിതാവിനെതിരെയും ഒപ്പം ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസ് വരും എന്നതാണ് നിലവിലെ ഒരു പശ്ചാത്തലം. ഈ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ SP കൈമാറിയിരിക്കുന്നത്. ഈ പാരഡി ഗാനത്തിലെ ഓരോ വരികളും പരിശോധിച്ച ശേഷമാണ് അതിൽ ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിർദ്ദേശം ആ തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു രാഷ്ട്രീയപരമായ ഒരു വിവാദം കൂടി ഇതിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. UDF ഉൾപ്പെടെ വലിയ പ്രചരണ വിഷയമാക്കിയതാണ് ഈ പാരഡി ഗാനം. ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചുവെന്ന് UDF തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നിയമ നടപടികളിലേക്ക് കൂടി കടക്കുന്നത്. ആദ്യം ഈ പരാതിയുമായി പോയ ഈ സമിതിയെ പിന്തുണച്ചുകൊണ്ട് CPM രംഗത്ത് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ അവരുടെ ആ നടപടി സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹവും നിയമപരമായി പോകുമെന്നുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് രാവിലെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നേക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഗാനരചയിതാവിനെതിരെ കേസെടുക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പാരഡി ഗാനം ആലപിച്ച വ്യക്തി ഉൾപ്പെടെ ഈ നിയമപരമായ കാര്യങ്ങൾ അത് അത്തരത്തിൽ നേരിടുമെന്ന വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഖത്തറിലെ പ്രവാസിയായ ചാലപ്പുറം സ്വദേശി കുഞ്ഞബ്ദുള്ളയാണ് ഈ വരികൾ എഴുതിയത്. അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹത്തിനെതിരെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ആദ്യ നടപടി ഉണ്ടാകുക. ഒപ്പം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചവർക്കെതിരെയും നടപടി വരും എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. SKN. താങ്ക് യു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.